എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നെടുത്തിരിക്കുന്നത് ജാനകിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ആഴ്ച മൊത്തം ജാനകിമയമായിരുന്നു. എല്ലാവരും ജാനകി അങ്ങനെയൊക്കെ പറഞ്ഞ് പേരിനെ കുറിച്ച് കുറ്റം പറയുകയും അതെന്താണെന്നുള്ളത് എനിക്ക് ഒന്നും മനസ്സിലായില്ല. അത് കണ്ടിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്താണ് ഒരു ജാനകി എന്ന് പറഞ്ഞൊരു പേരിട്ടതിന് എന്താണ് കുഴപ്പമൊന്നും എനിക്ക് മനസ്സിലായില്ല. നമുക്ക് ഒരു സിനിമ എന്നുള്ളത് ഒരു സ്വതന്ത്ര മാധ്യമമായിട്ട് കരുതണം. നമുക്കൊരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അല്ലാതെ അതിനൊരു സീരിയസ് ആയിട്ട് അതിനെ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് സീരിയസ് ആയി പോകും. നമുക്കൊരു സന്തോഷം നൽകുന്ന ഒരു ഉപാധി, അതിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ മഹാഭാരതം, രാമായണം അതുപോലെയുള്ള കഥകളുമായിട്ട് ബന്ധപ്പെടുത്തി കഥകൾ ചെയ്തിട്ടുണ്ടാവും. അത് ഈ രാമായണം, മഹാഭാരതം, പിന്നെ ബൈബിൾ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്തിട്ടുണ്ട് പുരാണങ്ങളിലെ. അതുപോലെ തന്നെ ഖുറാനിൽ ഇങ്ങനെയൊക്കെ ഭക്തികളൊക്കെ ഉണ്ട്. എല്ലാ മതങ്ങളും അതിൻ്റെതായിട്ടുള്ള നല്ലതും ചീത്തവശങ്ങളും ഉണ്ട്. അത് നമ്മളാ ഗ്രന്ഥം പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. അതിനെ വളച്ചൊടിക്കാൻ നോക്കുകയാണ്, ഈ ദൈവങ്ങളെ വളച്ചൊടിച്ച് ഉപയോഗിക്കുക. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവം ഇല്ലാതാവുന്നത്. നമ്മളിപ്പോൾ അമ്പലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ചില അമ്പലങ്ങളിൽ ഒരു ദേവന് ചുറ്റും 4 3 ഭണ്ഡാരം ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത്രയധികം ഭണ്ഡാരങ്ങൾ എന്തിനാ? ഭണ്ഡാരത്ത് കൊണ്ടിങ്ങനെ പൈസ ഡെപ്പോസിറ്റ്, പള്ളികളിലായാലും ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ സ്ഥലത്തും നിങ്ങളിങ്ങനെ പൈസ നിക്ഷേപിക്കുന്നുണ്ട്. ദൈവത്തിന് പൈസ ആവശ്യമുണ്ടോ? ഞാൻ ഒന്നാമത്തെ ചോദ്യമാണ്. ദൈവത്തിന് പൈസ ആവശ്യമുണ്ടോ? നമ്മളെപ്പോഴും ആലോചിക്കണം. പക്ഷെ ദൈവങ്ങൾക്കല്ല, മനുഷ്യനാണ് ദൈവത്തിന് ആവശ്യമുള്ളത്. മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പൈസ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഭണ്ഡാരങ്ങളും ഇതൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. ആ പൈസ ഈ ആരാധനാലയങ്ങളിൽ കിട്ടുന്ന പൈസ അത് ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് പല രീതിയിലും. അപ്പോൾ നമ്മൾ ദൈവത്തിനെ കാണാൻ വേണ്ടി ആരാധനാലയങ്ങളിലേക്ക് പോകുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സ്ഥാപനങ്ങളിലേക്ക് പ്രവൃത്തി നിന്നു പോകും. അതുപോലത്തെ തന്നെ പ്രവൃത്തികൾ നമ്മളിപ്പോൾ മുതിർന്നവരെ ഒരു പേരിന്റെ പേരിൽ ഒരാളെ ഇപ്പോൾ കുറ്റം പറയുകയാണ്. ഇന്നൊരു പേര് നിനക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഇപ്പോൾ അത് ദൈവമായിട്ട് ബന്ധപ്പെട്ടൊരു പേരാണ്, അല്ലെങ്കിൽ അത് ഇന്ന പ്രാധാന്യമുള്ളൊരു പേരാണ്. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ടുള്ളൊരു ദേശമാണ്. 1947 നമുക്ക് അർദ്ധരാത്രി, ആഗസ്റ്റ് 15 അർദ്ധരാത്രി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. 15 പോകുന്ന സമയത്ത് നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടി. നമുക്ക് ആ രാത്രി നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ നമുക്കിപ്പോഴും സ്വാതന്ത്ര്യരായിട്ടില്ല. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിലുള്ള ജനങ്ങളെ ഇന്ത്യക്കാരായിട്ടല്ല കാണുന്നത്. ഒന്നില്ലെങ്കിൽ മുസ്ലിം ആയിരിക്കും, ഒന്നില്ലെങ്കിൽ ഹിന്ദു ആയിരിക്കും, ഒന്നില്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കും, അല്ലെങ്കിൽ ജൈനനായിരിക്കും, അല്ലെങ്കിൽ ബുദ്ധനായിരിക്കും. അതും അല്ലെങ്കിൽ പിന്നെ മുറിക്കാൻ പറ്റൂല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പറയും സൗത്ത് ഇന്ത്യക്കാരനാണെന്ന് പറയും, ഈ ഈസ്റ്റ് വെസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യക്കാരനാണെന്ന് പറയും, നോർത്ത് ഇന്ത്യക്കാരനാണെന്ന് പറയും. ഇങ്ങനെ വിഭജിക്കാൻ പറ്റുന്ന പരമാവധി വിഭജനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, മതസംഘടനകളായിക്കോട്ടെ, എല്ലാ തരത്തിലും നമ്മൾ മുറിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അത് ബ്രിട്ടീഷുകാര് അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നമ്മളെ വിഭജിച്ച്, നമ്മളെ എങ്ങനെ വിഭജിച്ച് യുണൈറ്റഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. മുറിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഇന്ത്യയിലുള്ള ആളുകൾ എത്രത്തോളം മുറിഞ്ഞു കിടക്കുന്നു അത്രത്തോളം തന്നെ ഇന്ത്യ ശക്തമാകില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ബ്രിട്ടീഷുകാരെ നമ്മളെ വിഭജിച്ച് ഭരിച്ചത്. അത് നമ്മളെ നിറത്തിന്റെ പേരിൽ വിഭജിച്ചു, നമ്മളുടെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, നമ്മളുടെ സമ്പത്തിന്റെ പേരിൽ പലതരത്തിൽ അവർ നമ്മളെ വിഭജിച്ചു. ഓരോ സ്ഥലത്തും നമ്മളെ വിഭജിച്ച് നമ്മളും ആ വിഭജനത്തിന്റെ ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് വന്നു. ചിന്തകൾ നല്ലതാണെങ്കിലേ നമ്മളുടെ ശരീരം നന്നാകും. നമ്മളുടെ ശരീരത്തിൽ എപ്പോഴും ദുശ്ചിന്തകളാണെങ്കിൽ നമ്മൾ ആ ദുശ്ചിന്തകൾ മനസ്സിൽ കൂടി നമ്മളും അത് നമ്മളുടെ മരണത്തിലേക്ക് തന്നെ നയിക്കും. ഒരാൾ പറയുകയാണ്
അവൻ ദൈവത്തിന്റെ പേരെടുത്ത് ഉപയോഗിച്ചു, ഇന്നത് ഉപയോഗിച്ചു. അത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. പുരാണത്തിൽ ആ പേര് ഇന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. പുരാണങ്ങൾ എഴുതിയിരിക്കുന്നത് ഒരു മനുഷ്യനാണ്. നമ്മൾ പറയും ദൈവങ്ങളാണെന്ന് പറയുമെങ്കിലും പുരാണങ്ങളിൽ പലതും എഴുതിയിരിക്കുന്നത് മനുഷ്യന്മാരാണ്. നമ്മളാരും തന്നെ ദൈവത്തിനെ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ സ്ഥലത്തും നമ്മൾ പോകുന്നുണ്ട് ദൈവത്തിനെ തേടി. പക്ഷെ ദൈവം ഒരിക്കലും നമ്മളുടെ മുമ്പിൽ വരുന്നില്ല. നമ്മൾ അവിടെ ഉണ്ടെന്നുള്ള വിചാരത്തിലാണ് നമ്മൾ ആ സ്ഥാപനങ്ങളിലൊക്കെ പോയി അവരെ തേടുന്നത്. അപ്പോൾ അതൊരു ചിന്തയിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമാണ്. ദൈവചിന്ത എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാവണം. ആ ചിന്ത നമ്മളുടെ ഒരു വിശ്വാസം നമ്മൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ പറയുകയാണ് എനിക്ക് മീൻ കറി ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഒരാളോട് ചെന്ന് പറയണേ നീ അത് കഴിക്കണ്ട, നീ പച്ചക്കറി കഴിച്ചാൽ മതി, നീ അമ്പലത്തിൽ പോകേണ്ട ആളാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് അത് ഇഷ്ടമാകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ വരുമ്പോൾ അടുത്ത തലമുറയിലുള്ള ആളുകൾ കൂടുതൽ പുറത്തേക്ക് പോകാൻ തുടങ്ങും. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ള ആളുകളൊക്കെ യൂറോപ്പ്, കാനഡ, USA അതുപോലെയുള്ള കുറച്ചുകൂടി സ്വതന്ത്രമായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് പോയാൽ മതി. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മെക്കിട്ട് കയറാൻ മതപരമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ നമ്മളുമായിട്ട് ഒരു തരത്തിലും പ്രശ്നമുണ്ടാക്കാൻ ഈ ആളുകളോ അതായത് ഈ ഓരോ പാർട്ടികളും അതുപോലെയുള്ള മറ്റുള്ള സംഘടനകളോ മെക്കിട്ട് കയറാൻ നമ്മൾ പുറത്തുള്ള രാജ്യത്ത് വരില്ല. അവിടെ നമ്മൾ സ്വതന്ത്രരാണ്. നമ്മളുടെ ചിന്ത അവിടെ ആവശ്യമില്ല. നമ്മൾ അവിടെ ജോലി ചെയ്യുന്നു, അവിടെ ടാക്സ് അടക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു, അവിടുത്തെ ഗവൺമെന്റ് സംരക്ഷിക്കുന്നു. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ സംഘടനകൾക്കും ഓരോരോ ചിന്താഗതിയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പുതിയ യുവാക്കൾക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ കുറച്ചുകൂടി പുറത്തേക്ക് പോകുന്നു. നമ്മളുടെ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം. നമ്മളുടെ അഭിപ്രായങ്ങള് പൊതു ഇടങ്ങളിലും സോഷ്യൽ മീഡിയ സ്ഥലങ്ങളിലുമൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട്. അത് ഏറ്റവും താഴെക്കെട്ടിൽ കിടക്കുന്ന ആദിവാസി ആയിക്കോട്ടെ, ഏറ്റവും മുകളിലിരിക്കുന്ന പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദി ആയിക്കോട്ടെ, എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പറയാൻ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് പറയുന്നുണ്ട്. ആ ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു ചെല്ല് അത് അയാൾക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിൽ മൗലിക അവകാശങ്ങൾക്ക് വ്രണം സംഭവിക്കുന്ന രീതിയിൽ നമ്മൾ ആ വ്യക്തിയെ ഹാനികരിക്കാൻ ശ്രമിക്കുകയില്ല എന്ന് വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അർത്ഥമുള്ളൂ. നമ്മൾ ആ വ്യക്തിയെ ഹാനിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ആ വ്യക്തിയോട് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, മൗലിക അവകാശങ്ങളെ വ്രണപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗത്ത് തെറ്റുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ മൗലികമായിട്ട് ഒരാളുടെയും ദ്രോഹം ചെയ്യുന്നില്ല എന്ന തരത്തിലാണെങ്കിൽ ജനങ്ങൾ നമ്മളുടെ കൂടെ തന്നെ നിൽക്കും. കൂടുതലായിട്ട് യുവാക്കളും ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടാകും. അഭിപ്രായങ്ങൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി, ജൈനൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പലതരത്തിൽ വിഭജിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ യുവാക്കൾക്കും കൂടുതലോട് അതിനോട് മടുപ്പായി തുടങ്ങി. മുമ്പത്തെ പോലത്തെ ആളുകളെ അടച്ചൊരു സ്ഥലത്ത് പൂട്ടിയിടാൻ പറ്റാത്തൊരു കാലഘട്ടമാണിത്. ഇൻഫർമേഷൻ യുഗത്തില് ഇപ്പോ ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുന്ന വാർത്തകളും അപ്പപ്പോ തന്നെ നമ്മളുടെ മുമ്പിൽ എത്തുകയാണ്. അപ്പോ ജനങ്ങൾക്ക് അത് ഇങ്ങനെ ക്രോഡീകരിക്കാൻ, നോക്കി നിൽക്കാൻ, അത് മനസ്സിലാക്കാൻ പലതരത്തിലും അവർക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. ഞാനും ഇതുപോലെ എനിക്കും ഇതിനോട് കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഞാനും ഇതുപോലെ ഇങ്ങനെ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറയുമ്പോൾ എനിക്കും ചെറുതിലെ തൊട്ട് ഞാനിങ്ങനെ പബ്ലിക് ഫോറങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് ചെറിയ ഇതുണ്ടാവും, ഷൈനസും കാര്യങ്ങളൊക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ആദ്യം എടുത്ത് നമ്മളെ കാണുമ്പോൾ പറയുന്നത് നീ കറുത്തിട്ടാണല്ലോ ഇരിക്കുന്നത്.
കറുപ്പ് എന്നുള്ളൊരു ചിന്ത അതൊരു ഏത് സ്ഥലത്തുനിന്ന് വന്നതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ അയാള് പറയുന്ന വാക്കുകൾ, അയാളുടെ പ്രവൃത്തി എന്നതിനെ മനസ്സിലാക്കിയിട്ടായിരിക്കണം അയാളോട് തിരിച്ച് പ്രവർത്തിക്കാൻ. അല്ലാതെ നിന്റെ നിറം ഇങ്ങനെ കറുത്തിട്ടാണ്, നിന്റെ അടുത്തുള്ള ആള്, നിന്റെ കൂട്ടുകാരനൊക്കെ വെളുത്തിട്ടാണല്ലോ ഇരിക്കണേ, നീ മര്യാദ കുളിക്കുന്നില്ലേ. അതായത് ഒരു കറുത്തിട്ടിരിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ഒരു മനഃപൂർവ്വം ചെയ്യുന്ന അയാളെ കുളിക്കാതിരുന്ന് ഇങ്ങനെ കറുത്തു പോകുന്നതല്ല. നമ്മളുടെ കാലാവസ്ഥയും നമ്മളുടെ ഇവിടുത്തെ ഭക്ഷണ രീതിയും ഒക്കെ നമുക്ക് ഒരു പ്രത്യേക തരത്തിലൊരു എന്താണ് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടി നമ്മളുടെ പൂർവികർക്ക് കറുത്തിരുന്നതുകൊണ്ട് നമ്മളും കുറച്ച് കറുപ്പ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇരുണ്ട നിറത്തിലുള്ള ഒരു കറുപ്പ്. അത് നമ്മളൊരു അപമാനമായിട്ടും ഞാനത് കരുതുന്നില്ല. പക്ഷെ അത് കുറെ കഴിയുമ്പോൾ അതുപോലുള്ള ചിന്തകൾ കുട്ടികളിലായിക്കോട്ടെ, അത് മുതിർന്നവരിലായിക്കോട്ടെ, ഈ മുതിർന്നവര് കുട്ടികളിലേക്ക് വിഷമയമായിട്ടുള്ള ചിന്തകൾ, കറുപ്പായിട്ടുള്ളതാണ് നല്ലത്, ഇതുപോലത്തുള്ള ചിന്തകൾ ഈ കുട്ടികൾ വലുതായിട്ട് വരുമ്പോൾ കല്യാണം കഴിക്കാൻ ചെല്ലുമ്പോൾ ഇരുനിറത്തിലുള്ളൊരു പെൺകുട്ടിയെ കാണുമ്പോൾ നല്ല വെളുത്തിരിക്കുന്ന ഒരു ചെക്കൻ ചോദിക്കും എന്താണ് ഇങ്ങനെ കറുത്തിരിക്കണേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്ന തരത്തിലേക്ക് വരും. അപ്പോൾ ഒരു തരത്തിലും കുട്ടികളെ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അധികം തള്ളിവിടാതിരിക്കുക. പേരുകൾക്ക് അർത്ഥം കണ്ടെത്തി അതിനെ ഒരു തരത്തിലും ജാനകി എന്നുള്ള പേരിട്ടെന്ന് പറഞ്ഞ് അതിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മള് എല്ലാവർക്കും പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേരെന്ന് പറഞ്ഞ ഒരാളുടെ ഐഡന്റിറ്റി ആയിട്ട് മാത്രം കരുതണം. എന്ത് സാധനത്തിന്, പേനക്ക് ഈ പേനേനെ നമ്മൾ പേരെന്നാ വിളിക്കണേ, പേരൊന്നും അതിനെ വിളിക്കാൻ പറ്റില്ല. പണ്ട് തൊട്ടുള്ള ഒരു പേന കണ്ടുപിടിച്ചപ്പോ ആദ്യം ഒരാള് പേനേന്ന് പേരിട്ടപ്പോ അത് പേനേന്ന് പേര് വന്നു പോയി. പിന്നെ അത് നമ്മളെല്ലാരും പേനേന്ന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെന്താണ് ഇപ്പോ പേനേനെ വേറെ പേരിൽ വിളിക്കാത്തത്? ഈ ഇംഗ്ലീഷ് പദമായിട്ടുള്ള പെന്നെന്നുള്ള ഇതിൽ നിന്നാണ് നമ്മളിപ്പോ പേന എന്നുള്ള ഇത് ഉപയോഗിക്കുന്നത്, നമ്മൾ ആ വാക്ക്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. എന്തുകൊണ്ട് ഈ പേനക്കൊരു ഹിന്ദു പേരിട്ടൂടാ? നമ്മള് ഹിന്ദു ആയിട്ടുള്ളൊരു ഞാൻ ഹിന്ദു ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ മനുഷ്യരാണ്, ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്. അത്രയും എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടേതായിട്ടുള്ള ചിന്തകൾ ചിന്തിക്കുക. ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു പേരിന്റെ പേരിൽ എന്താണെന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കണം. പേര് ഇപ്പോ പേരുകൾക്കൊന്നും പ്രത്യേകിച്ചൊരു പ്രസക്തി ഇല്ലാത്ത കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛന്റെ ആദ്യത്തെ പേരെടുത്തിട്ട് അതിൽ നിന്ന് ഒരു അക്ഷരം എടുക്കും, പിന്നെ അമ്മയുടെ 2 അക്ഷരം എടുക്കും, എന്നിട്ട് കൂട്ടിച്ചേർത്തിട്ട് ഒരു പേരങ്ങാടിട്ട് കൊടുക്കും കുട്ടിക്ക്.